എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ 23-ാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസങ്ങളിലാണോ പരീക്ഷ ഉള്ളത് അത് നോക്കി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പരീക്ഷകൾക്ക് ഹാജരാവേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നതിൻ്റെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ +2 പരീക്ഷ എഴുതിയ സ്കൂൾ തന്നെ ആയിരിക്കണമെന്നില്ല. ഈ ഒരു +2വിൻ്റെ സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെൻ്ററായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാത്ത വിദ്യാർത്ഥികൾ ഉടൻ പോയിട്ട് അത് തിങ്കളാഴ്ച തന്നെ പോയിട്ട് വാങ്ങിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ച മുതലാണ് ഈ ഒരു പരീക്ഷ ആരംഭിക്കുന്നത്. പ്രാക്ടിക്കൽ പരീക്ഷ ജൂൺ 4-5 തീയതികളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ഈ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ ഇതുവരെ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജൂൺ 4-5 തീയതികളിലായിട്ട് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഉള്ളത് ഈ ഒരു തിങ്കളാഴ്ച മുതലുള്ള തിയറി പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു തിങ്കളാഴ്ച മുതലുള്ള പരീക്ഷകളുടെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. അപ്പോൾ 23/6/2025 തിങ്കളാഴ്ച പാർട്ട് 1 പാർട്ട് 2 ലാംഗ്വേജസ് ആണ്. അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതായത് ഇംഗ്ലീഷ് എല്ലാം മലയാളം, ഹിന്ദി, സംസ്കൃതം, ഉറുദു, അറബിക് ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് അതാണ് ആ ഒരു പരീക്ഷ. നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതുക. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് അന്നത്തെ ദിവസം നടക്കുന്ന പരീക്ഷകൾ. അന്നത്തെ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം, അത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയാണ് കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അതുപോലെ 24-ാം തീയതി ചൊവ്വാഴ്ച രാവിലെയുള്ള പരീക്ഷ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. അതുപോലെ തന്നെ 24-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജിയോഗ്രഫി, മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ 25/6/2025 അതായത് ബുധനാഴ്ച രാവിലെ, അതായത് ജൂൺ 25 ബുധനാഴ്ച രാവിലെ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം, അതായത് ജൂൺ 25-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, അതുപോലെ ഫിലോസഫി, അതുപോലെ തന്നെ ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ ജൂൺ 26-ാം തീയതി അതായത് വ്യാഴാഴ്ചയുള്ള പരീക്ഷ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. അതുപോലെ തന്നെ ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച എക്കണോമിക്സ് ഉച്ചയ്ക്ക് ശേഷം, ജൂൺ 26-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയാണ്. അതുപോലെ തന്നെ ജൂൺ 27-ാം തീയതി ചൊവ്വാഴ്ച ജൂൺ 27-ാം തീയതി വെള്ളിയാഴ്ചയുള്ള പരീക്ഷ രാവിലെയുള്ള പരീക്ഷ ഒരു ബയോളജി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ സംസ്കൃത് സാഹിത്യ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അപ്പോൾ ജൂൺ 27-ാം തീയതി വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അവസാനിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയോടുകൂടി നിങ്ങളുടെ അതായത് ആ ഒരു പരീക്ഷകൾ, ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ ദിവസങ്ങളാണോ പരീക്ഷ ഉള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ജൂൺ 23 മുതൽ ജൂൺ 27-ാം തീയതി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എപ്പോഴാണ് ഏത് ദിവസമാണ് പരീക്ഷ നടക്കുന്നത് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ്. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയുടെ ഹാൾ ടിക്കറ്റാണ്, അത് ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് ഹാൾ ടിക്കറ്റ് എടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഴുതാനുള്ള പേന അതുപോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.